ബോസിൽ നിന്ന് വൻ അട്ടിമറിയായി ഫിജോ പുറത്തു പോയെന്നുള്ള വാർത്തകൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആ വാർത്ത കിട്ടിയേക്കുന്ന ഫോഴ്സ് ഏകദേശം കൺഫേം ആയ വാർത്ത തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ആ ഫോഴ്സിൽ നിന്ന് കിട്ടിയ വാർത്തകളെല്ലാം തന്നെ ഏകദേശം കൺഫേം തന്നെയായിരുന്നു. അതുപോലെ തന്നെ കിട്ടിയ വാർത്ത തന്നെയാണിത്. ഫിജോ ഇന്ന് പുറത്തു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നോറ പുറത്തു പോകുന്നതായിരിക്കും കാണിക്കുന്നത്. പക്ഷെ നാളെ ഫിജോയും പുറത്തു പോകുന്നു എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. ഫിജോയുടെ പുറത്താകൽ ഈ സീസൺ 6 സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കാതെ പലരും പുറത്തു പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. ഒന്ന് അപ്സര പുറത്തു പോയി, അതുപോലെ അൻസുവ പുറത്തു പോയി, ഇപ്പം തന്നെ ഫിജോയും പുറത്തു പോകുന്നു. ഫിജോയെക്കാട്ടിലും കളിക്കാത്ത പല മത്സരാർത്ഥികളും അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. ഋഷി ആയാലും ഫ്രീദു ആയാലും നമ്മുടെ അഭിഷേക് ആയാൽ പോലും ഫിജോയെക്കാട്ടിലും താഴെ വോട്ടിങ്ങിൻ്റെ താഴത്തിൽ ഫിജോയെക്കാട്ട് താഴെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പല പോൾ സർവേകളും നമ്മൾ കാണുമ്പം ഫിജോയ്ക്ക് സാമാന്യം മികച്ച വോട്ടുകളുണ്ടായിരുന്നു. ആ വോട്ടുകളെല്ലാം വോട്ട്സാറിൽ പോയി ഇവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാനും വയ്യ. ഏതായാലും ഫിജോ പുറത്തു പോയി എന്നുള്ള വാർത്തകൾ തന്നെയാണ് നമ്മൾ കിട്ടുന്നത്. ഇന്നത്തെ എപ്പിസോഡിലല്ല, നാളത്തെ എപ്പിസോഡിൽ ഫിജോ പുറത്തു പോകും എന്ന് തന്നെ അറിയാൻ പറ്റുന്നു. എനിക്ക് അന്നേരം തോന്നുന്നത് ഫിജോ രണ്ടാമത് വന്നതിന് ശേഷം, തല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നതിന് ശേഷം ഫിജോ വലിയ മാറ്റങ്ങളൊന്നും ബിഗ് ബോസിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഫിജോ അതിന് നേരത്തെ തന്നെ പുറത്ത് പോയിരുന്നെങ്കിൽ, അടി കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇപ്പോഴും പറയാമായിരുന്നു ഫിജോ ഉണ്ടായിരുന്നെങ്കിൽ കളി മാറിയേനെ എന്ന് നമുക്ക് രോമാഞ്ചക്കൊള്ളായിരുന്നില്ലേ. ഏതായാലും വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ആരാധകരുടെ പിന്തുണ ഫിജോയ്ക്ക് കുറയ്ക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. പല ഗെയിം പ്ലാനുകളും ഫിജോ ആസൂത്രണം ചെയ്തെങ്കിൽ അതൊന്നും ഫലവത്താക്കാൻ ഫിജോയ്ക്ക് കഴിഞ്ഞില്ല. അതുതന്നെയാണ് ഫിജോയുടെ പുറത്താകാനുള്ള കാരണം. ഏതായാലും നാളത്തെ എപ്പിസോഡിൽ നമുക്ക് ഏകദേശം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. ഫിജോയുടെ പുറത്താകൽ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു മഹാകഷ്ടമായ കാര്യം തന്നെയാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.